വയനാടൻ വ്ളോഗ് arpith. പിന്നെ അച്ഛമ്മയാണ് വീഡിയോ എടുക്കുന്നത്. അച്ഛമ്മ നിങ്ങൾക്ക് എങ്ങനെ നെയ്യ് എടുക്കുന്നു കാണിച്ചു തരാം. ഞാൻ പാല് വാങ്ങാൻ പോവാണ്. പാത്രം പൈസ എടുത്ത് മസ്കും ഉണ്ട്. മോൻ പാലൊക്കെ വാങ്ങി വന്നു. ഞങ്ങളിനി അത് അരിച്ചു എന്നിട്ടത് തിളപ്പിക്കാൻ വെക്കാണ്. അപ്പോൾ ഞങ്ങൾ അലുമിനിയം പാത്രത്തിലാട്ടോ പാല് തിളപ്പിക്കാം. അതാകുമ്പം ഇങ്ങനെ അടി പിടിക്കുകയൊന്നുമില്ല. പാല് തിളച്ച് വന്നു. ഗ്യാസൊക്കെ ഓഫാക്കി വെച്ചു. കുറച്ചൊന്ന് തണിഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഞാൻ ആ പാലെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അത് നേരത്തെ ഞാൻ പാല് വാങ്ങി ആ പാത്രം തന്നെ കഴുകിയിട്ട് ആ പാത്രത്തിലേക്ക് തന്നെയാണ് പാലൊഴിച്ച് വെക്കുക. അപ്പോൾ ഈ പാല് തിളപ്പിക്കുമ്പോൾ തന്നെ കുറച്ച് പാടയൊക്കെ ഉണ്ടാവും അതിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ ചുറ്റിച്ചൊക്കെ അതിലേക്ക് തന്നെ ഒഴിക്കുക, പാലിലേക്ക് തന്നെ ഒഴിക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ഈ പാല് പിന്നെ അടച്ചു വെക്കില്ല. നമ്മൾ അടച്ചു വെക്കാതെ തന്നെയാണ് നമ്മളിതിന് കുറച്ച് നേരം തണിയാൻ വെക്കുക. നല്ലോണം തണുക്കണം. തണുത്തതിന് ശേഷം നമ്മൾ ഈ പാലെടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അത് എടുക്കുമ്പോൾ 1-2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ പിന്നെ അത് എടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നല്ലോണം കട്ടിയുള്ള പാടയായിട്ട് വരും. അതാണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്ത പാടയാണിത്. ഇത് കണ്ടില്ല, നല്ല കട്ടയായിട്ട് ഇങ്ങനെ. എന്നിട്ട് ഇതെടുത്തിട്ട് ഹോർലിക്സിൻ്റെ കുപ്പിയിലേക്ക് എടുത്തിടണം. പാട മാത്രം എടുത്തിട്ടാൽ മതി. എടുത്തിട്ടു. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് തൈരും കൂടി ഒഴിക്കാം, എന്നാലും നല്ല പുളിച്ച്. ഇത് പാടെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മോരാക്കി ഉപയോഗിക്കാം, അല്ല മോരും വെള്ളമോ ഒക്കെ എടുത്ത് ഉപയോഗിക്കാം. അമ്മ ഇപ്പം ഏകദേശം 3 സ്പൂണ് തൈരാണ് ഒഴിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ എന്നാണ് നമ്മൾ പാട എടുത്ത് വെക്കുന്നത് അന്ന് മാത്രം നമ്മൾ ആ കുപ്പീൻ്റെ ലേശം അടിയിൽ 3 സ്പൂണോ 2 സ്പൂണോ ഈ തൈര് ഒഴിച്ച് വെക്കുക. പിന്നെ നമ്മളതിൽ ഒഴിക്കേണ്ട. പിന്നെ നമ്മൾ എടുക്കുന്ന ഓരോ ദിവസം എടുക്കുന്ന പിന്നെ പാട ഇങ്ങനെ അതിലേക്ക് ഇടുക മാത്രം ചെയ്താൽ മതി. ഈ പാട കുറച്ച് ദിവസം കൊണ്ട് എടുത്ത പാടയാണ്. ഇത് നമുക്ക് ജാറിലിട്ടിട്ട് അടിച്ച് എടുക്കാം. ഇത് നമുക്ക് ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 കഷ്ണം ഐസ് ഇടാം. ആദ്യം നമുക്ക് അടിക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് കണ്ടോ, ഇതിങ്ങനെ പൊന്തി വരുന്ന വരെ അടിക്കണം. കണ്ടോ, നല്ല കട്ട നെയ്യ്. ഇങ്ങനെയാണ് നെയ്യ് എടുക്കുക. കണ്ടോ നെയ്യ്. നമുക്ക് എത്ര നെയ്യ് കിട്ടും. ഇതേപോലെ 2 ഹോർലിക്സ് കുപ്പി പാട എടുത്തതാണ് ഇത്രയും നെയ്യ്. കണ്ടോ, ഒരു പാത്രം നിറയെ നെയ്യുണ്ട്. ഇത്ര നെയ്യ് കിട്ടി 2 ഹോർലിക്സ് കുപ്പിന്ന്. കണ്ട് ഇതിനി നമുക്ക് മോരും വെള്ളമോ മോരാക്കിയിട്ട് ഉപയോഗിക്കാം. അതിനാണ് കുറച്ച് മോരൊഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ വെറും പാലും വെള്ളമായിട്ട് നമ്മൾ വെറുതെ കളയേണ്ടി വരില്ലേ. ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളമൊക്കെ തെളിഞ്ഞ് അടിയിലത്തെ മോര് വേണമെങ്കിൽ എടുത്ത് കറി വെക്കാം. അല്ലെങ്കിൽ മോരും വെള്ളമാക്കിയിട്ട് ഇഞ്ചിയും പച്ചമുളകും കരിവേപ്പിലയും ഒക്കെ കൂടി ആക്കിയിട്ട് നമുക്ക് പിന്നെ കുടിക്കുകയൊക്കെ ചെയ്യാം. ഇത് ഇനി നമുക്ക് ഉരുക്കിയെടുക്കാം. നമുക്ക് ചീനിച്ചട്ടിയിലിട്ടിട്ട് ഉരുക്കിയെടുക്കാം. എപ്പോഴും നമ്മൾ നെയ്യ് ഉരുക്കുമ്പോൾ വലിയ പാത്രം വെക്കണം. കുറച്ചാണെങ്കിലും അധികമാണെങ്കിലും ഇത് തിളച്ച് പൊന്തി വരും. അതുകൊണ്ട് വലിയ പാത്രം തന്നെ വെക്കണം. പിന്നെ ഇത് ഉരുക്കാണ്ട് പിന്നെ വെണ്ണയായിട്ട് തന്നെ മക്കൾക്ക് കൊടുക്കാം. മക്കൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉരുക്കിയിട്ടാണെങ്കിലും ഇപ്പോൾ ദോശയ്ക്ക്
പിന്നെ ചപ്പാത്തി ചോറിന് ചൂട് ചോറിന് ഇട്ട് കൊടുക്കുക. പിന്നെ ദോശക്കൊക്കെയാണ് പഞ്ചസാരയും നെയ്യൊക്കെ ആയിട്ട് കൊടുക്കുക. ഏറ്റവും നല്ല ഉരുക്കാതെ മക്കൾക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഉരുക്കി വെച്ചിട്ട് നമുക്ക് പായസത്തിനും എല്ലാം നമുക്ക് എടുക്കുക. പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരാവശ്യമില്ല. ഉണ്ടായത് നല്ല ഉരുക്കി വരുന്നുണ്ട് ഇപ്പം. അതുകൊണ്ട് എത്രയും നെയ്യൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണമെങ്കിൽ എത്ര വേണം? ഇത് അവനവൻ്റെ ആവശ്യത്തിന് നമ്മളെന്തായാലും പാല് വാങ്ങും. അപ്പോൾ അത് കുറേശ്ശെ പാടയൊക്കെ എടുത്ത് വെച്ച് നമുക്ക് ആവശ്യത്തിന് നെയ്യ് എടുക്കാം. ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇടയ്ക്ക് അല്ലെങ്കിൽ ഇത് പുറത്തേക്ക് തിളച്ചിതിങ്ങനെ മറിയും. ഇത് പതയൊക്കെ പോയി നല്ല മൂത്ത് വരുന്ന വരെ ഇങ്ങനെ ഇളക്കണം. ഇതിപ്പോൾ ആദ്യത്തിനെക്കാട്ടിലും ഇപ്പോൾ പതയൊക്കെ വറ്റി കൈ മൂത്ത് വരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇളക്കി കൊണ്ടിരിക്കണം. എന്നാൽ ഇത് പാകത്തിനുള്ള ഉറപ്പായിട്ട് വരും. ഇതുണ്ട പതയെല്ലാം വറ്റി കുറച്ചും കൂടി മൂക്കണത്. ഇപ്പോൾ പതയൊക്കെ പോയി കണ്ട നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇത് കുറച്ചും കൂടി ഒന്ന് മൂക്കണം. കണ്ടില്ലേ? പതയൊക്കെ പോയി നെയ്യ് മാത്രം ഇങ്ങനെ തെളിഞ്ഞ് വരും. ഇത് ഇതാ നെയ്യൊക്കെ തെളിഞ്ഞ് നന്നായി വന്നിട്ടുണ്ട്. മഞ്ഞ കളർ തന്നെ ആയിട്ട്. ഇനി നമുക്ക് തീയൊക്കെ ഓഫാക്കി ഇത് തണുക്കാൻ വെക്കാം. നമുക്ക് എന്താ ഹോർലിക്സ് കുപ്പി കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. എൻ്റെ മോൻ്റെ ഒരു വിറ്റാണത്. ഇതെന്താണെന്നറിയാം. ഇത് 2 പല്ലാണ്. സ്വന്തം പല്ലിളക്കിയിട്ട് പറിച്ചിട്ട് ഹോർലിക്സ് കുപ്പിയിൽ കഴുകിയെടുത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുക എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട്. എന്താ അതിൽ തന്നെ എടുത്ത് മൂടിയൊക്കെ ഇട്ടു. ഭയങ്കര കച്ചറാണ്. ഈ ഹോർലിക്സ് കുപ്പി കാണുന്നതിലാണ്ട് ഭയങ്കര കച്ചറയായിരുന്നു. അച്ഛമ്മ എടുത്ത് കളഞ്ഞു എന്നും പറഞ്ഞിട്ട് പിന്നെ തപ്പിയെടുത്ത് വെച്ചതാണിത്. ഈ ചൂടൊക്കെ പോയി നല്ല തണുത്തിട്ടുണ്ട്. ഇനി ഇത് അരിച്ചൊഴിക്കാൻ പോവുകയാണ്. ചൂടൊക്കെ പോകുമ്പോൾ തന്നെ ഇത് നല്ല തെളിഞ്ഞ് നിൽക്കും. നല്ല മഞ്ഞ കളറിൽ മട്ടൊന്നും ഇല്ലാണ്ട് നല്ല അരിച്ച് ഇതിലേക്ക് ഒഴിക്കണം. ഇതുപോലെ നിങ്ങളെല്ലാവരും വീട്ടിൽ നെയ്യ് ഉണ്ടാക്കി നോക്കണം. ഇനി ആരെങ്കിലും ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യാം. പിന്നെ എന്തായാലും നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ടും കൂടെ വാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. വെള്ള നല്ല മഞ്ഞ കളറിലുള്ള നെയ്യായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും നെയ്യ് കിട്ടിയില്ല. അപ്പോൾ എല്ലാവരും ഇതേപോലെ നെയ്യ് ഉണ്ടാക്കണം.